ഞായറാഴ്ച പൊതുവെ എല്ലാത്തിനും ലേറ്റാണല്ലോ. ശനിയാഴ്ച രാത്രി വിചാരിക്കും നാളെ ഇത്രയും ലേറ്റായിട്ട് എണീക്കണമെന്ന്. പക്ഷേ അത്ര ലേറ്റായിട്ടൊന്നും എണീക്കാനൊന്നും പറ്റൂല. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ഇവിടെ തൻകുട്ടിക്ക് പുട്ട് പയറ് പപ്പടം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ പുട്ടും പയറും പപ്പടമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അടുത്ത ഐറ്റത്തിന് അംഗം വെട്ടലെന്ന് വേണമെങ്കിൽ പറയാം, അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. ഇന്നലെ ഞാൻ എന്തോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന സോയാബീൻ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ചെറിയ സോയാബീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു സോയാബീനിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഇന്ന് അങ്ങ് തട്ടിക്കൂട്ടാം. അറിഞ്ഞുകൂടാത്ത പല ഐറ്റംസ് കണ്ടുപിടിക്കാൻ നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ ചൂടുവെള്ളത്തിനകത്ത് നല്ല തിളച്ച വെള്ളത്തിനകത്ത് സോയാബീൻ ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞങ്ങ് മാറ്റി വയ്ക്കുക. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഏലക്ക, ഗ്രാമ്പൂ, പെരിഞ്ചീരകം ഇട്ട് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ ആ ചോപ്പർ കാണിച്ചില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഞാനൊരു 2 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി, പെട്ടെന്ന് നമുക്കിതുപോലെയുള്ള തോരനുള്ള ഐറ്റംസ് ഒക്കെ ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറിനെ പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൊടികളുടെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പം നന്നായിട്ട് വഴണ്ട് വന്ന സവാളയിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അപ്പം സത്യത്തിൽ ഞാനത് മറന്നുപോയി, പിന്നെ ആട്ടോ ഇട്ടത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറി വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ടൊമാറ്റോ സോസ് ഒഴിക്കുക. പിന്നെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം അതിനെ വെള്ളം വറ്റി വരുന്ന പോലെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. നല്ല മുളക് പൊടിയൊക്കെ ചേർത്താൽ നല്ല കറുത്ത കളറായി വരും. ഞാൻ പിന്നെ അത്രയും മുളക് പൊടിയൊന്നും ചേർത്തില്ല. പിന്നെ ഞാൻ അതിലോട്ട് രാവിലെ ഉണ്ടാക്കിയ കുറച്ച് പുട്ടിനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുത്തു. എന്നിട്ട് ഞാനിവിടെ ഒരു കഴിച്ചിട്ട് തനുകുട്ടിയെ വിളിച്ചതേയുള്ളൂ. സംഗതി എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കൊണ്ട് ഓടി.